നമസ്കാരം. 2025 ഈ പുതുവർഷം തുടങ്ങി. ഈ പുതുവർഷത്തിൽ നമ്മളെല്ലാവരും സന്തോഷത്തോടെ സ്വീകരിച്ചു. ഈ വർഷം മുഴുവനും എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. അല്ല, ഈ പുതുവർഷം തുടങ്ങിയിട്ട് ഈ ജനുവരി തീർന്നിട്ടില്ല. അതിനു മുമ്പ് ഒരു വീട്ടിലെ 3 പേര് വെട്ടിക്കൊലപ്പെടുത്തി. കൊലപാതകം. ഇതിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിയമത്തോട്, പോലീസിനോട്, സർക്കാരിനോട് എന്നേ പറയാനുള്ളൂ. കൊലപാതകങ്ങളും ഇവന്മാരെയൊക്കെ നിങ്ങൾ പിടിച്ച് അകത്തിടുക. ഈ പ്രതിയെ നിങ്ങൾ എന്ത് ചെയ്യും? കോടതി എന്ത് ചെയ്യും? എത്ര വർഷം ശിക്ഷിക്കും? ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇവിടുത്തെ സർക്കാർ, നമ്മുടെ കേരള സർക്കാർ, കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ, പോലീസ്, നമ്മുടെ നിയമങ്ങൾ അവരോടൊക്കെ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഒരു കൊലപാതകയെ എത്ര വർഷം നിങ്ങൾ ശിക്ഷിക്കും? ഇന്ത്യയിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ഓരോ ജയിലിലും ഓരോരോ രീതികളാണ്. കേരളത്തിലെ ജയിലിൽ സുഖ സൗകര്യങ്ങൾ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. എത്ര വലിയ തെറ്റ് ചെയ്താലും ഏറിപ്പോയ ഒരു 5 വർഷം നമുക്ക് സുഖ സൗകര്യമായിട്ട് പുറത്ത് കിടക്കുന്നതിനേക്കാൾ കൂടുതൽ സുഖ സൗകര്യത്തോടു കൂടി നമുക്ക് അകത്ത് കിടക്കാം എന്ന് ചിന്തിച്ചു പോകും. അങ്ങനെ അത്രയും സൗകര്യങ്ങളാണ്. ഫുഡ് ആയിക്കോട്ടെ, 3 നേരം അല്ലെങ്കിൽ 4 നേരം ഫുഡ്, ചായക്ക് ചായ, പാല്, 3 നേരം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആയിട്ടുള്ള ഫുഡുകൾ, ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ വീട്ടിൽ പോലും അങ്ങനെ ഫുഡ് കിട്ടിയെന്ന് വരില്ല. സമയത്തിന് ഫുഡുകൾ, കറക്റ്റ് സമയത്തിന് ഫുഡ്, മുട്ട, ഇറച്ചി, മീന്, സുഖ സൗകര്യങ്ങൾ, ഒരു പണിക്ക് പോണ്ട, 3 നേരം ഫുഡ്, പുറത്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യം, സുഖ സൗകര്യം ജയിലിനകത്താണ്. അപ്പോൾ എത്ര വലിയ തെറ്റ് ചെയ്താലും ശിക്ഷ അനുഭവിക്കുന്നത് സുഖ സൗകര്യങ്ങളോടുകൂടിയാണ് ജയിലിൽ അനുഭവിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കൊല ചെയ്തു കഴിഞ്ഞാൽ കൊലയ്ക്ക് കൊല എന്ന് പറയുന്ന പോലെ 3 പേരെ വെട്ടിക്കൊന്നു, ഒരു ജീവൻ നഷ്ടപ്പെടുത്തി. ജീവൻ നഷ്ടപ്പെടുത്തി. നമ്മുടെ നിയമം, കോടതി അവനെ തൂക്കിക്കൊല്ലോ. അങ്ങനെ ചെയ്യണം. നിങ്ങൾ ചെയ്ത് കാണിക്കൂ. നിയമം മാറ്റണം. നിയമത്തെ പേടി, നിയമത്തെ ഭയക്കണം. ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും നിയമത്തെ ഭയക്കണം. നമ്മുടെ ഇന്ത്യൻ നിയമത്തെ ഭയക്കണം. അങ്ങനെ വേണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊലപാതകം ഉണ്ടാവില്ല, ബലാത്സംഗം, റേപ്പ് ഉണ്ടാവത്തില്ല. സ്ത്രീകളെ ബഹുമാനിക്കും, പുരുഷന്മാരെ ബഹുമാനിക്കും. പുരുഷന് സ്ത്രീക്ക് കിട്ടുന്ന അതേ പരിഗണന തന്നെയായിരിക്കണം പുരുഷനും കിട്ടേണ്ടത്. പോലീസ് എന്ത് നിയമമാണ്, ഈ കോടതി, ഈ സർക്കാർ എന്ത് നിയമമാണ് കൊലപാതകിയെ എടുക്കുക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അയാൾ ജയിലിൽ എത്ര വർഷം കിടക്കും? പിന്നെ തെളിവ് എടുക്കാൻ കൊണ്ടുവരുമല്ലോ, അതൊക്കെ ഭയങ്കര ബോറിംഗ് ആണ്. പിടിച്ചകത്തിടുക അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്.